മലപ്പുറം വേങ്ങര തിരൂരങ്ങാടി മേഖലയിൽ അനധികൃത ലോട്ടറിയുടെ മറവിൽ സ്വകാര്യ വ്യക്തി കൊയ്യുന്നത് കോടികൾ. കേരള ഭാഗ്യക്കുറിയുടെ വയറ്റത്തടിച്ചാണ് മലപ്പുറം ജില്ലയിൽ നഗര ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് എഴുത്തു ലോട്ടറി മാഫിയ തഴച്ചു വളരുന്നത്. വാട്സപ്പിൽ നിന്നും മുന്നേറി മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ രൂപപ്പെടുത്തിയാണ് കേരള ഭാഗ്യക്കുറിക്ക് സമാന്തരമായി എഴുത്തു ലോട്ടറി മാഫിയയുടെ പ്രവർത്തനം. അംഗീകൃത ലോട്ടറി ഏജൻസികളുടെ മറവിലും രഹസ്യ കേന്ദ്രങ്ങളിലുമാണ് എഴുത്തു ലോട്ടറി വിൽപ്പന നടക്കുന്നത്. പോലീസ് നടപടികൾക്കിടയിലും അനധികൃത ലോട്ടറി ഇടപാട് സജീവമാണ്. വിവിധ ദിവസങ്ങളിൽ നറുക്കെടുക്കുന്ന കേരള ഭാഗ്യക്കുറിയുടെ സമ്മാനം ലഭിക്കുന്ന ടിക്കറ്റിന്റെ അവസാന 3 നമ്പർ മുൻകൂട്ടി എഴുതി പണം കൊയ്യുന്നതാണ് എഴുത്തു ലോട്ടറിയുടെ രീതി. നമ്പറുകൾ ഒത്തുവന്നാൽ 5000 രൂപ മുതൽ 12000 രൂപ വരെ ലഭിക്കും. ഇത്തരത്തിൽ ലക്ഷങ്ങൾ വരെ സമ്മാനം നേടുന്നവരുണ്ട്. വിൽപ്പനയിലൂടെ ഇടനിലക്കാർ തൊട്ട് മുഖ്യ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ ദിനംപ്രതി 10,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ സമ്പാദിക്കുന്നുണ്ടെന്നാണ് അന്വേഷണത്തിൽ ലഭിച്ച വിവരം. ഒറ്റത്തവണ നമ്പർ എഴുതിയതിന് 10 രൂപയാണ് ഇടപാടുകാരിൽ നിന്ന് ഈടാക്കുന്നത്. ഇത്തരത്തിൽ വൻ തുക മുടക്കി നമ്പർ എഴുതുന്നവരുമേറെ. ദിവസേന 10 നമ്പറുകളിലധികം എഴുതുന്നവരാണ് ഭൂരിപക്ഷവും. മുൻകൂർ സാധ്യതാ നമ്പർ കടലാസിൽ എഴുതി നൽകും. ഇത്തരത്തിൽ ആയിരക്കണക്കിന് എഴുത്ത് ലോട്ടറി ഇടപാടാണ് ദിനംപ്രതി നടക്കുന്നത്. മലപ്പുറം തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് ഒരാളിലൂടെ വൻ ശൃംഖല തന്നെ രംഗത്തുണ്ട്. ഇയാളിലൂടെയാണ് എഴുത്തു ലോട്ടറി സജീവമാകുന്നത്. 15 വർഷമായി ഇയാൾ ഈ മേഖലയിലുണ്ടെന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അനധികൃത ലോട്ടറി ഇടപാടിലൂടെ ഇയാൾ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഉന്നതങ്ങളിലെ പിടിപാടാണ് എഴുത്തു ലോട്ടറിയിലൂടെ തഴച്ചു വളരുന്നതിന് വഴിയൊരുക്കുന്നത്. പോലീസ് ഇടയ്ക്കിടെ നടത്തുന്ന എഴുത്തു ലോട്ടറി വേട്ടയിലൊന്നും ഇയാൾ കുടുങ്ങാറില്ലെന്നും പറയുന്നു. 125-ലധികം പേർ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലയിൽ ഇടനിലക്കാരായുണ്ട്. വേങ്ങര ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചും വേങ്ങര മാർക്കറ്റ് റോഡ്, അരീക്കുളം, സിനിമാൾ ജംഗ്ഷൻ, പിക്കപ്പ് സ്റ്റാൻഡ്, ചേറൂൺ, തീണ്ടിയാട് തുടങ്ങിയ മേഖലകളിലുമായാണ് ഇവരുടെ രഹസ്യ ഇടപാട്. ഇവ കൂടാതെ വിവിധ കണ്ണികളായി തിരൂരങ്ങാടി, ചേളാരി, തേഞ്ഞിപ്പലം, രാമനാട്ടുകര എന്നിവിടങ്ങളിലും ലോട്ടറി ചൂതാട്ടം നടക്കുന്നുണ്ട്. വേങ്ങര ഉൾപ്പെടുന്ന മേഖലയിൽ +2, ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും എഴുത്തു ലോട്ടറിയുടെ ഇരകളാണ്. രക്ഷിതാക്കൾ അറിയാതെയാണ് വിദ്യാർത്ഥികൾ ലോട്ടറി ചൂതാട്ടത്തിലേർപ്പെടുന്നത്. വിദ്യാലയങ്ങളിലേക്കും മറ്റുമെന്നും പറഞ്ഞാണ് വിദ്യാർത്ഥികൾ പലരും രക്ഷിതാക്കളിൽ നിന്ന് പണം വാങ്ങുന്നത്. ദൈനംദിന ചെലവുകൾക്കെന്ന പേരിൽ വാങ്ങുന്ന തുക പോലും എഴുത്തു ലോട്ടറിക്ക് വേണ്ടി ചെലവഴിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. കേരള ഭാഗ്യക്കുറി ഏജന്റുമാരിൽ പലരും എഴുത്തു ലോട്ടറി മാഫിയയുടെ കണ്ണികളാണ്. കേരള ഭാഗ്യക്കുറിയേക്കാൾ വേഗത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നതും തുച്ഛമായ തുകയുമായതിനാലാണ് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ എഴുത്തു ലോട്ടറിയിലേക്ക് ആകർഷിക്കുന്നത്. സർക്കാർ തലത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ 1000-ഓളം ഏജൻസികൾക്കും കച്ചവടക്കാർക്കും സർക്കാർ ഖജനാവിനും വൻ നഷ്ടമാണ് ഉണ്ടാവുകയെന്ന പരാതി ഏജന്റുമാർക്കിടയിലുണ്ട്. എഴുത്തു ലോട്ടറി നടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും വേങ്ങര പോലീസും തിരൂരങ്ങാടി പോലീസും കാര്യമായി പരിശോധന നടത്തുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.